بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്തു ലുഖ്മാനിലെ 6 മുതൽ 9 വരെയുള്ള ആയത്തുകളാണ് പുതിയ പാഠമായി നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്നത്. പേജ് നമ്പർ 411. ഈ ആയത്തുകളിൽ പ്രധാനമായും നമ്മൾ അറിയേണ്ട പാരായണപരമായ നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. വമീനന്നാസി എന്ന് പറയുമ്പോൾ ഷദ്ദുള്ള നൂനിനെ മണിക്കണം. നൂൻ മുഷദ്ദദ. മൻ യശ്തരി, അവിടെ സാക്കിന നൂൻ ഇദ്ഗാം ബിഗുന്ന ചെയ്തുകൊണ്ട് യായിലേക്ക് ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. മൻ യശ്തരി ലഹ്വൽ ഹദീസി, ലഹ്വ, അവിടെ ലഹ്വന്ന് ഹ പോലെ ആവരുത്, ലഹ്വ എന്നൊന്നും അത് ഹ ക്ലിയറാക്കി പറയുക. ഹായിന് സുക്കൂനാണ്. ലഹുവ എന്നുമല്ല, ലഹ്വ, ലഹ്വ് എന്ന പദമാണ്. ലഹ്വൽ ഹദീസി, ഹ ക്ലിയറാക്കി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. സാഉമ പ്രകാരം ലഹ്വൽ ഹദീസി ലിയുദില്ല, ലിയുദില്ല ദ്വാദിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് നൽകുക. അൻ സബീലില്ലാഹ്, ഇവിടെ സാക്കിന നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, മറച്ചു മണിക്കുക. ഇതുവരെ നമ്മൾ ഓതിയ ഈ ഭാഗത്തിൽ ഒന്നും തന്നെ ഒരു ദ്വാദ് കസ്റുണ്ട്, അതിന് കുറഞ്ഞ തഫ്ഖീം നൽകണം എന്നതൊഴിച്ചാൽ തഫ്ഖീമിൻ്റെ അക്ഷരങ്ങളൊന്നും വന്നിട്ടില്ല. എല്ലാം ഇസ്തിഫാലിൻ്റെ തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ട ഹർഫുകളാണ്. ഇനി ശേഷിക്കുന്നത് ബിഗൈരി ഇൽമിൻ, ബിഗൈരി എന്ന് പറയുമ്പോൾ ഗൈനിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്. ബിഗൈരി ഇൽമിൻ വ ഇൽമിൻ വ, തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന നാഖിസ് ചെയ്തുകൊണ്ട് ഭാഗികമായി വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. വയത്തഖിദഹ ഹുസുവ, വയത്തഖിദ, ഖാഇന് കുറഞ്ഞ തഫ്ഖീം കസ്റായതുകൊണ്ട് വയത്തഖിദഹ ഹുസുവ, ഹുസുവ, ഹ സായ് ഇവ രണ്ടിനും ദമ്മാണ്. ഹു സു വ, ഹുസുവ എന്ന് വ്യക്തമായി എല്ലാ ഹർഫുകളും മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. അവിടെ വഖഫ് ചെയ്യുന്നില്ലെങ്കിൽ ഹുസുവൻ ഉലൈക എന്ന് ഇൽഹാർ ഹൽഖി നൽകി തൻവീനിനെ വെളിവാക്കേണ്ടതാണ്. ഉലൈക എന്ന് പറയുമ്പോൾ അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. മദ് മുത്തസിൽ വാജിബ്. ഉലൈക ലഹും അദാബും മുഹീൻ, ലഹും സാക്കിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. അദാബും മുഹീൻ, തൻവീനിനെ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന കാമിൽ, അപ്പോൾ ഷദ്ദുള്ള ഒരു മീമ് മാത്രമാണ് ഉച്ചരിക്കപ്പെടുക. മുഹീൻ, മുഹീൻ എന്ന് വ്യക്തമായി എല്ലാ ഹർഫുകളും ഉച്ചരിക്കുക. ദീർഘം നമുക്കറിയാവുന്ന മദ് ആരിദ് സുക്കൂൻ എന്ന ദീർഘമാണ്. മുഹീൻ വഖഫിന് വേണ്ടിയുള്ള പുതിയ ദീർഘം. 4 ഹറക്കത്തിൻ്റെ അളവിൽ മിതത്വം സ്വീകരിക്കാം, അല്ലെങ്കിൽ 6 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുകയുമാവാം, ഇഷ്ബാ ചെയ്യാം, അല്ലെങ്കിൽ 2 ഹറക്കത്തിൽ മാത്രം മതിയാക്കുകയുമാവാം. അത് മിതത്വം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പാരായണം ചെയ്യാം. വഇദാ തുത്ലാ അലൈഹി, വഇദാ തുത്ലാ അലൈഹി, ദീർഘങ്ങളൊക്കെ തബീഇയായ ദീർഘം, കൂടുതൽ നീട്ടരുത്. ഇദാ എന്നോ തുത്ലാ എന്നൊന്നും കൂടുതൽ ദീർഘിപ്പിക്കരുത്. എല്ലാം 2 ഹറക്കത്തിൻ്റെ അളവിൽ. ഐന് വ്യക്തമായി ഉച്ചരിക്കുക. അലൈഹി, തൊണ്ടയുടെ മധ്യമാണ് ഐനിൻ്റെ മഖ്റജ്, നമുക്കറിയാം.
آياتنا آياتنا ولا مستكبرا كأن لم يسمعها മുസ്തക്ബിറൻ സീന് കാഫ് മഹ്മൂസായ അക്ഷരങ്ങളാണ്. റായിന് തഫ്ഖീം കൊടുക്കുക, പൂർണ്ണമായ തഫ്ഖീം. റായിൻ്റെ തൻവീനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം, മറച്ച് മണിക്കുക. മുസ്തക്ബിറൻ കഅൻ ലം യസ്മഅഹ. കഅൻ ലം എന്നാണ് അത്. കഅല്ലം നൂനിനെ അല്പം പോലും ഉച്ചരിക്കാതെ പൂർണ്ണമായും ലാമിലേക്ക് ഇദ്ഗാം ചെയ്ത്, ഇദ്ഗാം ബിഗൈരി ഗുന്ന മണിക്കാതെ ലയിപ്പിച്ച് ഉച്ചരിക്കുകയാണ്. കഅല്ലം യസ്മഅഹ. ലം എന്നതിലെ സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. യസ്മഅഹ കഅന്ന ഷദ്ദുള്ള നൂനിനെ മണിക്കുക. നൂൻ മുഷദ്ദദ 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. കഅന്ന ഫീ ഉദുനൈഹി വഖറാ. ഫീ ഇതിലെ യാഇൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ യാഇനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. വഖ് എന്ന് പറയുമ്പോൾ ഖാഫ് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ചുകൊണ്ട് സുക്കൂനിനെ ഉച്ചരിക്കണം. ഖാഫിൻ്റെ സുക്കൂൻ അതോടൊപ്പം തഫ്ഖീം ചെയ്യേണ്ട അക്ഷരവുമാണ്. ഖാഫ് ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. അതുപോലെ ഷദീദായ ശിദ്ദത്തുള്ള അക്ഷരമാണ്. റായിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ചുച്ചരിക്കുക. വഖറാ ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. വഖഫ് ചെയ്യാതെ ഓതുകയാണെങ്കിൽ തൻവീനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. ഫബശ്ശിർഹു സാക്കിനാനൂൻ സാക്കിനായ റാ തൊട്ടു മുമ്പിൽ സ്ഥിരപ്പെട്ട കസ്ർ. ഇവിടെ റായിനെ തർക്കീഖ് ചെയ്യുകയാണ്, നേർപ്പിച്ചുച്ചരിക്കുകയാണ് വേണ്ടത്. ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. ബശ്ശിർഹു നേരത്തെ അലൈഹി എന്നൊക്കെ വന്നിട്ടുള്ളതുപോലെ ഹ ഇനി ദീർഘമില്ല, കാരണം തൊട്ടു മുമ്പിൽ സുക്കൂൻ നൽകപ്പെട്ട ഹർഫുള്ളത് കൊണ്ട് ഫബശ്ശിർഹു എന്ന് മാത്രമേ പറയുള്ളൂ. ഷിർഹു എന്ന് നീട്ടിപ്പോരുത്. നേരത്തെ ഉദുനൈഹി പറഞ്ഞതുപോലെ. ബിഅദാബിൻ അലീം. അദാബിൻ ഐന് ദാല് എല്ലാം വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. അദാബിൻ തൻവീനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. ബിഅദാബിൻ അലീം. ദീർഘം മദ് ആരിദ് സുക്കൂൻ എന്ന ദീർഘം നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. അലീം എന്നതിലെ യാഇൻ്റെ ദീർഘം. ഇന്നല്ലദീന ആമനു. ഇന്ന ഷദ്ദുള്ള നൂനിനെ മണിക്കണം, നൂൻ മുഷദ്ദദ. ഇന്നല്ലദീന ആമനു. ആമനു ഹംസ ഇസ്തിഫാലിൻ്റെ ഹർഫാണ്. അവിടെ ആമനു എന്നൊന്നും പറയരുത്. ആമനു. കൂടാതെ മദ് അൽ ബദൽ എന്നാണ് ആ ഹംസയുടെ ദീർഘത്തിന് പറയുക. നമുക്കത് തബീഈ ആ ദീർഘം മാത്രമേ ഉള്ളൂ. 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമാണ് അവിടെ നീട്ടുക. ആമനു വഅമിലുസ്സാലിഹാതി. വഅമിലുസ്സാലിഹാതി. വഅമിലു എന്നതിലെ വാവ് ഇൽത്തിഖാഉ സാക്കിനൈൻ പരിഹരിക്കുവാൻ വേണ്ടി കളഞ്ഞുകൊണ്ടാണ് ഉച്ചരിക്കുക, ദീർഘാക്ഷരമായ വാവ്. അസ്സാലിഹാതി സ്വാദിനും അലിഫിനും തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അസ്സാലിഹാതി. ഹാതി എന്ന് പറയുമ്പോൾ അലിഫിന് നേർ വിപരീതമായ തർക്കീഖ് കൊടുക്കണം.
അതാണ് ഇസ്തിഫാലിൻ്റെയും ഇസ്തിഅലാഇൻ്റെയും അക്ഷരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അസ്സാലിഹാതി ലഹും ജന്നാത്തുൻ നഈം. ജന്നാത്തു അപ്രകാരം അന്നഈം രണ്ട് ഷദ്ദുള്ള നൂനുകൾ വന്നു. നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. ലഹും എന്നതിന് സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ഖാലിദീന ഫീഹ. ഖാ എന്ന് പറയുമ്പോൾ ഖാഇനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുത്തുകൊണ്ട് തടിപ്പിച്ച് ഉച്ചരിക്കുക. ഖാലിദീന ഫീഹ വഅദല്ലാഹി ഹഖ്ഖാ. എല്ലാ അക്ഷരങ്ങളും ക്ലിയറായി അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക. ഐന് ഹ ഖാഫ്. വഅദല്ലാഹി ഹഖ്ഖാ. ഹഖ്ഖാ എന്ന് പറയുമ്പോൾ ഖാഫിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീമുണ്ട്. ഇസ്തിഅലാൻ്റെ അക്ഷരമാണ് ഖാഫ്. തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഹഖ്ഖാ വഹുവൽ അസീസുൽ ഹകീം. വഹുവ വഹുവ എന്നല്ല, ഇസ്തിഫാലിൻ്റെ ഹർഫാണ്. തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കണം. വഹുവൽ അസീസുൽ ഹകീം. ഐന് ഹ ഇവയൊക്കെ തൊണ്ടയുടെ മധ്യമാണ്. അതിൻ്റെ മഖ്റജ് വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക, ശ്രദ്ധിക്കുക. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب مهين. وإذا تتلى عليه آياتنا ولى مستكبرا كأن لم يسمعها كأن في أذنيه وقرا فبشره بعذاب أليم. إن الذين آمنوا وعملوا الصالحات لهم جنات النعيم خالدين فيها وعد الله حقا وهو العزيز الحكيم.